സഞ്ചി പോയി. ആഹാ വന്നല്ലോ. കാണാം കളയാതെ എല്ലാവരും നമ്മളെ കൊല്ലും വെള്ളമില്ലാത്തപ്പോൾ. ഉണ്ടല്ലേ വെള്ളം? കുടിക്കണ്ട 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 കുടിക്കണ്ട. ഞങ്ങളില്ലേ റേഷൻ കടയിലും ഞങ്ങളുടെ പലചരക്കടയിലും വന്ന വഴി ഒരു കുഴൽക്കിണർ ഇവിടെ ഉണ്ട്. അപ്പം ആരൻ പറഞ്ഞ് ആരൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുഴൽക്കിണർ ഇങ്ങനെ ഓൺ ചെയ്ത് വെള്ളം ഉണ്ടായിരുന്നെന്ന്. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ബെറ്റ് വെച്ചേ. പക്ഷെ ആരൻ അത് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്തപ്പോൾ വെള്ളമുണ്ട് നല്ലതായിട്ട്. ഞങ്ങൾ ഹാപ്പിയായി. പട്ടിക്കുട്ടി. ഞങ്ങൾ അടുത്തത് ഞങ്ങളുടെ പലചരക്കടയിലോട്ട് പോവാണേ. കുന്നേൽ സ്റ്റോഴ്സ്. കാണിക്കൂ. കുന്നേൽ സ്റ്റോഴ്സ്. ഞങ്ങളുടെ അപ്പച്ചനെ കാണിക്കാവേ. മനസ്സിലായില്ല. വീഡിയോ പിടിക്കുക. ചിരിച്ച് കാണിച്ചേ. കണ്ടോ പുതിയ പല്ലല്ലേ ഇത്? കണ്ടോ പുതിയ പല്ലൊക്കെ വെച്ച് കുട്ടപ്പനായി. ഭയങ്കര സങ്കടത്തില്ല. അത് കണ്ടോ സങ്കടം എന്നാന്നറിയാം? കൂട്ടുകാരി മരിച്ചുപോയി അല്ലേ? നമ്മളെയൊക്കെ ഇട്ടിട്ട് പോയി. പോട്ടെ അല്ലേ? എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവിടെ ചെന്ന് കാണാമെന്ന്. അക്കരെ നാട്ടിൽ കാണാം. നമ്മള് നല്ല ചെറിയ കടയൊക്കെ മാറ്റി വലിയ കടയൊക്കെ ആയില്ലേ? ആര് പ്രാർത്ഥിച്ചാ? ജോമയും പ്രാർത്ഥിച്ചു. ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. കുഞ്ഞു മാടക്കട പണ്ടത്തെ അവിടെ വഴി നിന്നല്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നേ. വഴി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വീട്ടിൽ കയറി പ്രാർത്ഥിച്ചു. ഈ കടയുടെ പുറയില്ല അല്ലേ? ഞാൻ എന്നും വീട്ടിൽ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പിള്ളേരും ഞങ്ങളില്ല. അങ്ങനെ ഇത് സാരമില്ല. അപ്പം കണ്ടോ വലിയ കടയൊക്കെ ആയത് കണ്ടോ. അങ്ങനെ പലരും. ഇതിൻ്റെ അപ്പുറത്ത് മറ്റേ മാഷില്ലേ, മാഷിന്റെ മോന്റെ കല്യാണം നടക്കാഞ്ഞിട്ട് അത് എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. പിറ്റേ ആഴ്ചയാ മറ്റേ കല്യാണം പോയി കണ്ടുറച്ചത്. അതെപ്പോഴും മാഷ് പറയും. എന്നിട്ട് എന്നെ ഫോൺ വിളിച്ച് കല്യാണം വിളിച്ചതാണ്. കല്യാണം വിളിച്ചിട്ട് എന്നോട് പറയാ, ജോമേനെ ഞാൻ ആദ്യം ഫോൺ വിളിക്കുന്ന കല്യാണം എന്നാന്നറിയാം. ഞാൻ പറഞ്ഞു എന്തുവാ? ജോമയ്ക്ക് അറിയാലോ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ട് പറഞ്ഞിട്ട് പോയില്ലേ. അടുത്ത ആഴ്ച ഒരാഴ്ചക്കകം ഒരു ആലോചന വരെ നടക്കുമെന്ന് പറഞ്ഞില്ലേ. അവിടെ നടന്നു. കല്യാണമാണ്, കുടുംബമായിട്ട് വരണം എന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്തെ വീട് ഈ അച്ചായൻ്റെ അനിയൻ അല്ലേ? അച്ചായൻ്റെ അനിയൻ. അതാണ് എല്ലാം നല്ല അടുത്ത അല്ലേ? മോള് സുഖമായിരിക്കുന്നോ? മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടല്ലോ? അതെന്നാത്തിന്റെ ആയിരുന്നു? ഇത് കണ്ടോ? ഇന്നലെ ചക്കരക്കുട്ടി അരുൺമോൻ ആഷേറിൻ്റെ ഫ്രണ്ട് കൊണ്ടുതന്ന കപ്പളങ്ങ ഇപ്പോൾ ദേ ചെത്തിയതാ. ഇന്ന ഒരു ഇത് തന്നു നോക്കി. ഒരെണ്ണം ഞാൻ കഴിച്ചു നോക്കി. ഭയങ്കര ടേസ്റ്റാണ്. അരുൺമോനെ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ? അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം മോൻ്റെ ഫോൺ വന്ന് ആഷറിൻ്റെ. ഭയങ്കര സങ്കടകരമായ വാർത്തയാണ്. മോൻ്റെ ഈ ലൊക്കാലിറ്റിയിലുള്ള ഫ്രണ്ട്സാണ്. കുറച്ച് ഒരു 5-6 പിള്ളേരുണ്ട്. ഇവൻ്റെ കൂടെ +2 വരെ കൂടെ പഠിച്ചത് കുറച്ച് പേര്. പിന്നെ അവൻ കോളേജിൽ പഠിച്ചത് ബികോമിന് പഠിച്ചത് ഈരാറ്റുപേട്ട അരുവിത്തറ കോളേജിലാണ്. അവിടെ കുറേ ഫ്രണ്ട്സ് എല്ലാം നല്ല പിള്ളേരാണ്. പിന്നെ ഈ ലൊക്കാലിറ്റിയിലുള്ള ഫ്രണ്ട്സ് കുറച്ച്, ചർച്ചിൽ കുറച്ച്, അങ്ങനെയൊക്കെയാണ്. അപ്പം പിന്നെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള കൊളീഗ്സ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഈരാറ്റുപേട്ടയിൽ അപ്പോൾ ഈ ലൊക്കാലിറ്റിയിലുള്ള അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിൽ ഒരു 5-6 നല്ല പിള്ളേരുണ്ട്. ഞാനൊക്കെ എപ്പം വിളിച്ചാലും ഓടി വരികയും ഒക്കെ ചെയ്യുന്ന
പിള്ളേരാണേ. ഇന്നലെ കണ്ടില്ലേ ഒരു മോൻ അരുൺ, ഇവിടെ അടുത്തുള്ള അവൻ ഇത്രയും ചക്കയും ഇതെല്ലാം കൊണ്ട് തന്നെ കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പോൾ, ഞായറാഴ്ചകളിൽ ആഷറിൻ്റെ കൂടെ ഇവിടെ അടുത്തൊരു ഗ്രൗണ്ടിൽ കളിക്കാൻ പോകാൻ വേണ്ടി വരുവേ. അന്നേരം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു, എടാ ചക്കയുണ്ടോടാ വീട്ടിൽ, നമ്മുടെ പ്ലാവ് ഇപ്രാവശ്യം ഒന്നും ഉണ്ടായില്ലടാ എന്ന് പറഞ്ഞു. ആൻറ്റി ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അവനെല്ലാം ഇങ്ങനെ എനിക്ക് തരുന്നതാണേ. ഇന്നാൾ ഡെങ്കിപ്പനിയായിട്ട് കിടന്നപ്പോൾ ഒരു ചാക്ക് കപ്പളങ്ങ, എൻ്റെ ദൈവമേ, അങ്ങനെയൊക്കെ ഉള്ള കൊച്ചാണ് പാവം. അപ്പം എല്ലാ പിള്ളേരും നല്ല സ്നേഹം, വിളിച്ചാൽ അപ്പം തന്നെ ഓടി വരുവേ എന്താവശ്യം ഉണ്ടെങ്കിലും. ആഷറിനെ അതുപോലെ ഇഷ്ടം. ആഷർ അങ്ങനെ എല്ലാവരോടും ആഷറിൻ്റെ ചങ്ക് പറിച്ച് സ്നേഹിക്കും, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ ലൊക്കാലിറ്റിയിലുള്ള കുറേ ഫ്രണ്ട്സിൽ ഒരു കൊച്ച് പിന്നെ വേണ്ട ഇന്ന് വെളുപ്പിനെ ഇൻ്റർവ്യൂവിന് എറണാകുളത്തോട്ട് ബൈക്കേൽ പോയതാ. പുറയിൽ അവൻ്റെ പെങ്ങളോച്ചും ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഇവൻ വണ്ടി ഓടിക്കുന്നു. ഒരു ലോറിയെ ആയിട്ട് ഇടിച്ച് പിന്നെ കോട്ടയത്ത് കാരിത്താസ് ഹോസ്പിറ്റലിൽ കിടക്കുക, വെൻറ്റിലേറ്ററിൽ 2 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആഷർ ഇന്ന് ഹാഫ് ഡേ ലീവായിരുന്നേ. അപ്പോൾ ആഷറിന് ഇന്ന് രാവിലെ ആയപ്പോൾ തൊട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. പക്ഷെ ആഷർ അലാം അടിക്കുമായിരിക്കും എന്നോർത്ത് പിന്നെ അങ്ങ് കിടന്ന് നോക്കാനേ പോയില്ല. അവൻ ഉച്ചയായപ്പോഴാണ് എഴുന്നേറ്റത്. ഇന്ന് 2 മണിക്ക് കയറിയാൽ മതിയായിരുന്നു, ഹാഫ് ഡേ ലീവായിരുന്നു. അപ്പം ആഷർ ഉച്ചയായപ്പോൾ ക്ഷീണം, ജലദോഷം, 2 പേർക്ക് ജലദോഷം. അപ്പം എനിക്കിന്നലെ തുടക്കം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വിക്സും ഒക്കെ പുരട്ടി ചൂടുവെള്ളമൊക്കെ, ഈ കൊച്ചുങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല, അതാ ഈ കുഴപ്പം വരുന്നത്. എന്നിട്ട് രാവിലെ ഉച്ചയായപ്പോൾ എഴുന്നേറ്റപ്പോൾ എല്ലാവരുടെയും ഫോൺ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കിനും മിസ്ഡ് കോളും നോക്കുമ്പോൾ തിരിച്ചു വിളിച്ചപ്പോൾ ഇതാ അറിയുന്നത്. അയ്യോ, എനിക്ക് അന്നേരം തൊട്ട് എനിക്ക് അങ്ങ് ഒരു വല്ലാത്ത മൂടായിരുന്നേ. പ്രാർത്ഥിച്ച് ഞാൻ പെട്ടെന്ന് ഇരുന്ന് അങ്ങോട്ട് നല്ലതായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. പെങ്ങൾ കൊച്ചിന് വലിയ കുഴപ്പമില്ല, പക്ഷെങ്കിൽ പിന്നെ അവന് സീരിയസാണ്. അപ്പോൾ ഉച്ചയായപ്പോൾ ഈ ഫോൺ വിളിച്ചപ്പം ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് എന്നേ പറഞ്ഞുള്ളൂ, പിന്നെ ഹെഡ് ഇഞ്ചുറിയാ എന്നൊക്കെയേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇങ്ങനെ സീരിയസ് ആണെന്നോ അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം വേണ്ട പിന്നെ ഫോൺ വന്നപ്പോഴത്തേക്കിനും ആണ് അറിയുന്നത്. 2 മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന്. മൂക്കിൽ കൂടെയും വായിൽ കൂടെയും ഇങ്ങനെ ചെവി കൂടെ എല്ലാം ബ്ലഡ് വരിക, വെൻറ്റിലേറ്ററിലാണ്. പിന്നെ AB പോസിറ്റീവ് ബ്ലഡ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് മോൻ ഇപ്പം വിളിച്ചതാണ്. അപ്പം അവിടുന്ന് അവർ ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുത്ത് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര അങ്ങോട്ട് ഇതാകുന്നില്ല, കാരണം ഇതിങ്ങനെ ആയിപ്പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ബ്ലഡ് ബാങ്കുകാർക്ക് ബ്ലഡ് കൊടുക്കണ്ടേ. അന്നേരം ഞാൻ പറഞ്ഞു, മോനെ ആ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് അയക്ക്. ഞാനൊരു ബ്ലഡിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഈയിടെ ആരോ നമ്മളെ പരിചയമുള്ളവർ പിടിച്ച് എന്നെ അതിനകത്ത് ആക്കിയതാണ് ആ ഗ്രൂപ്പിൽ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അതിങ്ങോട്ട് ഡീറ്റെയിൽസ് അയച്ച് അവൻ്റെ, അന്നേരം ഞാൻ അതിനകത്തിടാം ഗ്രൂപ്പിൽ. അപ്പം ആൾക്കാരത് വേണ്ട പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാനൊരു വോയിസ് ഇട്ടാൽ മതിയല്ലോ. പക്ഷേ എന്നൊക്കെ ചെയ്താലും മോൻ പറയുന്നത് രക്ഷയില്ല, പിന്നെ പറയുന്ന പോലെ ചെയ്യാം. ബ്ലഡെങ്കിൽ ബ്ലഡ്, പൈസയെങ്കിൽ പൈസ ഒക്കെ ആഷർ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആർക്കെന്ത് വന്നാലും ആഷറിൻ്റെ കയ്യിലില്ലേലും ആഷർ കടം മേടിച്ചാന്നേലും എല്ലാവരെയും സഹായിക്കും. ഈയിടെ ആഷറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അപ്പൻ ട്രെയിനിൻ്റെ അടിയിൽ പോയി മരിച്ചു, ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അതും എൻ്റെ വീടില്ലേ, സ്വന്തം വീട് ഇവിടെ, അത് ഈ പറയുന്ന പയ്യൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറയാണ്. അത് ഞങ്ങളൊക്കെ, എൻ്റെ സ്വന്തം വീടും ഇവിടെ 1 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് അതേ ഞാൻ പറയാമായിരുന്നു ആരെന്നോട് കഴിച്ചിട്ട് അവിടെങ്ങാനും കൊണ്ട് ബാക്കി വെക്കുന്ന നമുക്ക് സങ്കടം വരുമല്ലേ. എനിക്ക് ഇവരെല്ലാം, അവന് MRF ജോലി ഉണ്ടായിരുന്നേ. അപ്പോൾ അവനതെല്ലാം, അവൻ്റെ അപ്പം മരിച്ചു പോയതാണ്. അപ്പം മരിച്ചു പോയപ്പോൾ ആ ജോലി, MRFിലെ ജോലി അവന് കിട്ടിയതാണ്. അവൻ BCA ഇരാറ്റുപേട്ട, ഇവൻ്റെ കൂടെ ഒരുമിച്ച് അവർ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നു. ഇരാറ്റുപേട്ടയിൽ ഇവൻ BCom, അവൻ BCA ആയിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ട് 2ാം വർഷം ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ MRFിൽ നിന്ന് അവന് ഇത് വന്നിട്ട് അവൻ പോയി ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കിന് അവനെ പ്രാർത്ഥിച്ച് വിട്ടത്, എൻ്റെ കാലേ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ അവനെ വിട്ട് ജോലി കിട്ടി. അങ്ങനെ അവനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് ശ്വാസം മുട്ടിലെ ഫാക്ടറി പോലത്തെ ഇതില്ലേ, അവിടെ സെക്ഷനിലാണ്. അപ്പം അവന്
ശ്വാസം മുട്ടലായതുകൊണ്ട് അവൻ ആ ജോലി പതുക്കെ അങ്ങ് നിർത്തിയിട്ട് പിന്നെ കോഴിക്കോടോ തൃശ്ശൂരോ എങ്ങാണ്ട് പോയി വേറെ ഒരു കോഴ്സിന് ചേർന്ന് അത് പഠിച്ചിട്ട് ആ ബേസിലുള്ള അതിൻ്റെ ആ പഠിത്തത്തിൻ്റെ അനുബന്ധിച്ചുള്ളൊരു ജോലിക്കുള്ള ഇൻ്റർവ്യൂവിനോ മറ്റോ പോയപ്പോഴാണ് ഇത് സംഭവിച്ചു. അവരുടെ അമ്മയുടെ അവസ്ഥ ഓർത്ത് നോക്കിയ അമ്മയ്ക്ക് അപ്പം മരിച്ചപ്പോഴേ തൊട്ടേ മെൻ്റലി ഭയങ്കര വീക്കായിപ്പോയി. ഈ കൊച്ചിൻ്റെയും കൂടെ ഓർക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, പെങ്ങള് കൊച്ചിനെ കെട്ടിക്കാനുള്ള അത് പിന്നെ MBA നല്ല മിടുക്കത്തി പഠിക്കുന്ന കൊച്ചാണ്. എനിക്ക് ഇതെല്ലാം കൂടെ കേട്ടിട്ട് ഒന്നാമതെ ഈ മറ്റേ മോൻ്റെ മറ്റേ ഫ്രണ്ടിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ തൊട്ട് എല്ലാ കുഞ്ഞുങ്ങളും നമ്മളോട് നല്ല സ്നേഹമുള്ള പിള്ളേർ. ആശറിൻ്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ. ആശർ ഈ ചങ്ക് പറിച്ച് എല്ലാവരെയും സ്നേഹിക്കുവേ. ആശർ ചുമ്മാ സ്നേഹം മാത്രമല്ല, ഇഷ്ടംപോലെ കാശും മുടക്കും. അങ്ങനെയവൻ പാവം. അന്നേരം ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഇത് കേട്ടപ്പോൾ ഇപ്പം ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുക. എന്ത് ചെയ്യാമെന്ന് പറ. ഇന്ന് രാവിലെ തൊട്ട് നല്ല അസ്വസ്ഥത എനിക്ക് മനസ്സിനുണ്ടായിരുന്നു, ഭയങ്കര അസ്വസ്ഥത. രാവിലെ എഴുന്നേറ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആരന് കോൾഡ് ആയതുകൊണ്ട് ഞാൻ ഓർത്ത് ആരൻ കിടന്നോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി ഞാൻ കഴിച്ചു. എന്നിട്ട് ഞാൻ ഇവരെ വിളിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ആരൻ കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് വന്നു. ആഷർ അതും കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ്. അപ്പോൾ ഞാൻ എല്ലാ ജോലിയും ചെയ്ത് തീർത്തായിരുന്നു. ഞങ്ങൾക്ക് ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. കറികളെല്ലാം ഇന്നലത്തെ കറികൾ ഒത്തിരി വെച്ചില്ല, അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ അസ്വസ്ഥത വരും. അസ്വസ്ഥതയെന്ന് പറഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥത. അപ്പം അപ്പോഴാണ് ആഷർ എഴുന്നേറ്റ് വന്നപ്പോൾ ഈ വിവരം അറിയുന്നത്. പക്ഷെ അന്നേരം ഒന്നും വലിയ കുഴപ്പമായിട്ടൊന്നും അല്ല കേട്ടത്. ഇച്ചിരി പ്രയാസം ഉണ്ടെന്ന് കേട്ടെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പം രക്ഷപ്പെട്ടുള്ളൂല്ലോ എന്ന് ഓർത്താ. ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ അല്ലേ. വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്നവരും ഒക്കെ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ടല്ലേ. ദൈവത്തെ കഴിയാത്ത വല്ലതും ഉണ്ട്. ആ അമ്മയോട് പെങ്ങളോടും ഒക്കെ ദൈവം അല്ലേ കരുണ കാണിക്കട്ടെ. ഇപ്പോഴും പിന്നെ അന്നേരം ഇപ്പോഴാണ് മോൻ പറയുന്നത്, അമ്മ 2 മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ബ്ലഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ ബ്ലഡ് എല്ലാ കാര്യവും ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണ്ടേ. പിന്നെ വെന്റിലേറ്ററിലാണ് 2 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ. രാവിലെ ഒന്നും പക്ഷേ വെന്റിലേറ്ററിലൊന്നും അല്ലായിരുന്നു. ഇത് ചെയ്യാമല്ലേ. ആ അമ്മയുടെ അവസ്ഥ ഓർത്ത് നോക്കിയേ. ഇനി ഇതാകത്തില്ലേ മെൻ്റലി അല്ലേ, മൊത്തം വീക്കാകത്തില്ലേ. പോയി കാണാനൊന്നും പറ്റത്തില്ല. വെന്റിലേറ്ററിലുള്ള ആകുമ്പോൾ ചുമ്മാ പോകാമെന്നല്ലേ ഉള്ളൂ. ഇത് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ. വരുൺ എന്നാണ് പേര്, വരുൺ. മോൻ്റെ സെയിം പ്രായമല്ലേ, 24 വയസ്സ്. ഓക്കെ, ശരി. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വാഹനം ഓടിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. 24 hours പ്രാർത്ഥിച്ച് ഇങ്ങനെ മനസ്സിലാണെങ്കിലും പ്രാർത്ഥിച്ചൊക്കെയാണ് നടക്കുന്നത്. പിന്നെ വരാനുള്ളത് വഴി തെങ്ങോ. ദൈവത്തിൻ്റെ ഹിതമല്ല അല്ലേ. കുഞ്ഞുപിള്ളേർ ഈ ബൈക്കൊക്കെ സ്പീഡിലൊന്നാതെ ഓടിക്കും. ഹെൽമെറ്റൊക്കെ വച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങ് വല്ലാത്ത അല്ലേ. പ്രാർത്ഥിക്കുക എല്ലാ വാഹനം ഓടിക്കുന്നവരെയും. ഒന്നാമത് ഇതുങ്ങൾ ശ്രദ്ധിച്ച് പതുക്കെ ഓടിക്കണം, ഹെൽമെറ്റ് വെക്കണമൊക്കെ ശരി. പിന്നെ ദൈവം കാത്താലേ ഉള്ളൂ എല്ലാം. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബൈ.